തിയേറ്ററിലൊക്കെ പറയുന്നത്. ഒരുപാട് സന്തോഷം, പടം വർക്കായെന്നുള്ളതിൽ സന്തോഷമുണ്ട്. ബാക്കിയുള്ള ഓഡിയൻസ് കണ്ടിട്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വരാം, ഈ ഡോസ് കണ്ട് വിജയിപ്പിക്കാം. നിങ്ങൾ കണ്ടില്ല, പടം കണ്ടില്ലേ? വർക്കല്ല ഒരു യൂഷ്വൽ ത്രില്ലർ നോവലിൻ്റെ ഒരു പരിപാടിയല്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള പരിപാടി. ഇങ്ങനെ ആൾക്കാരെങ്ങനെ പതിയെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അത് നോക്കാനുള്ള തിയേറ്ററിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് തിയേറ്ററിലൊന്ന് കാണും. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? നമ്മളെല്ലാവരും ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ആളുകൾ നല്ലപോലെ റിയാക്ട് ചെയ്തു. നല്ല റിയാക്ഷൻ ആയിരുന്നു തിയേറ്ററിലൊക്കെ. നല്ലൊരു കഥയാണ്. ഇറ്റ്സ് ബീൻ പ്രസൻറ്റഡ് ഒരു നല്ല സ്മാർട്ട് വേയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അറ്റംപ്റ്റ് ആണെന്ന് എനിക്ക് ഈവൻ ആസ് എൻ ഓഡിയൻസ്, ഞാൻ ആക്ച്വലി ഓഡിയൻസ് ആണ്. എൻ്റെ FDFS ആണ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അത് അങ്ങനെ കണ്ട സ്ഥിതിക്ക് ഓക്കെ ഇനി നമുക്ക് കാത്തിരിക്കാം. ഇനി ജനങ്ങൾ എങ്ങനെയാണത് എടുക്കാൻ പോകുന്നതെന്നുള്ളത്. സന്തോഷം. എങ്ങനെയുണ്ടായി? നല്ല അഭിപ്രായമാണ്. എല്ലാവരും കൂടി സിനിമ കാണാൻ കഴിയുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ സിനിമ കാണും, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ചേട്ടായിട്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ? സന്തോഷം, ഭയങ്കര സന്തോഷം. പ്രേക്ഷകരോട് നീ എന്താ പറയാനുള്ളത്? സ്പോയിലേഴ്സ് ഒക്കെ കിട്ടുന്നതിന് മുന്നേ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. എത്ര പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. ഗംഭീര അഭിനയമായിരുന്നല്ലോ. തിയേറ്ററിൽ വന്ന് കാണും. ഒരു ത്രില്ലർ സബ്ജക്റ്റ് ആണ്. കൃഷിയുടെ അഭിനയം അടിപൊളിയായിട്ടുണ്ടല്ലോ. അത് ഇനി ആൾക്കാരിലേക്ക് എത്തിച്ചാവട്ടെ, ഇഷ്ടപ്പെടുന്ന ഒരു ഡിഫറെൻറ്റ് ജോണറാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പടം. സോ പ്ലീസ് കം ആൻഡ് വാച്ച് ഇറ്റ്. ഓക്കെ, ഒരുപാട് പെർഫോമേഴ്സിൻ്റെ ഒരു സിനിമ കൂടിയാണ്. എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. കാരണം ആരാണ് എന്താണെന്നുള്ളത് ഇങ്ങനെ നമ്മൾ വിടാതെ ഷോർട്ട് സെൻസ് വരെ ഇങ്ങനെ നിലനിർത്തണമല്ലോ. അപ്പം അത് സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ ചൂസ് ചെയ്തത്. എല്ലാവർക്കും അവരവരുടെ പാട്ട് ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതാണ് തോന്നുന്നത്. ഞാൻ തന്നെ പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എന്തൊരു രാജ്യത്തും പോലെ പ്രകാശ് നമ്മളാണ് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ല, ഹാപ്പിയാണ്, വെരി ഹാപ്പി. ടീമുമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഇഷ്ടമായി എന്ന് തോന്നുന്നു. എങ്ങനെ ഇഷ്ടമായോ? ഒരു എഫേർട്ട് എന്ന രീതിയിൽ നമ്മളിങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മേക്കേഴ്സ് they've done their best. So just hoping ഇനി അടുത്തടുത്ത ഷോസ് എങ്ങനെ ആളുകൾ കയറണം. ആളുകൾ കയറി അത് പറഞ്ഞാലേ ഉള്ളൂ മറ്റവർക്ക് അറിയുന്നത്. പ്ലീസ് ഡു പാസ് ഓൺ വേർഡ് ഓഫ് മൗത്ത്. ഇറ്റ് ഹെൽപ്സ് വെരി ബിഗ് ടൈം. നിങ്ങളൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു പൊസിഷനിലാണ്. അതൊരു ചെറിയ റോൾ ചെയ്തിട്ട് അത് കാണാൻ വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫസ്റ്റ് ഹാഫ് പോലെ സെക്കൻഡ് ഹാഫ് പോലെ ഒന്നും മനസ്സിലാവില്ല. എന്നാൽ ഭയങ്കര കംപ്ലീറ്റ് ത്രില്ലറാണ്. നമ്മളിതുവരെ പ്രതീക്ഷിക്കാത്തൊരു സ്റ്റോറി, റിയലാണ് സ്റ്റോറി എന്ന് ഞാൻ കേട്ടു. അപ്പം ഭയങ്കര കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് തോന്നി. പിടിച്ചിരുത്തുകയെന്ന് അറിയില്ല, അത്ര അടിപൊളിയായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണണം എന്ന് പറയും. എല്ലാവരും കാണണം. ഫാമിലി ആവട്ടെ, യങ്സ്റ്റേഴ്സ് ആവട്ടെ, എല്ലാവരും കാണണം. അടിപൊളിയായിരുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ പുള്ളിക്കാരൻ ഹാപ്പിയായി എന്നുള്ളതാണ് കണ്ടിട്ട്. കാരണം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു സംഭവം ഓക്കെ ആയി എന്നുള്ളത് വളരെ സന്തോഷം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷം. ഒരുപാട് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രയത്നമാണ്. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് തന്നെ ചിത്രം കാണണം. എന്താ പറയണ്ടേ, ഇപ്പം ദൃശ്യം തിയേറ്ററുകളിൽ തകർത്ത് പൊടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ ദൃശ്യം ബുക്കഡാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞവരുണ്ടല്ലോ അവരെല്ലാം ഈ ചിത്രം ഒന്ന് കാണണമെന്നുള്ളത് ഇതാണ്. നമ്മുടെ മുമ്പിൽ ദൃശ്യം എന്ന് പറയുന്ന ഒരു എവറസ്റ്റ് ആണ്. അതിൻ്റെ മുമ്പിലൊരു എന്താ പറയുക
ഡോസ് നല്ലൊരു പടമാണ്, നല്ലൊരു മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഡോസിൻ്റെ ഡയറക്ടർ നല്ലപോലെ കഥ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ചെറിയൊരു സംഭവമാണിത്. പാവപ്പെട്ടവരാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വരാൻ നേരത്ത് എന്താണ് അവിടെ സംഭവിക്കണമെന്നുള്ളത് ഡോസ് സിനിമയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകുന്നൊരു കഥയാണത്. എന്തായാലും തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കണം ഈ പടം. ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഡോസ് കാണണമെന്ന് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഹോസ്പിറ്റലിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ അത് ഡോസിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതാണ്. ഓക്കെ.